നാളിതുവരെയായി, ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച ആരോപണം, നാളിതുവരെയായി ഒരു വെള്ള പേപ്പറിലെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ആരോപണത്തിനപ്പുറത്തൊരു വെള്ള പേപ്പറിൽ പോലും ഒരു പരാതി ഇവരാരും എവിടെയും കൊടുത്തിട്ടില്ല. ഈ മുഖ്യമന്ത്രിയും മകളെയും വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ അതല്പം ക്രൂരമായി പോകും. ഞാൻ ഒരിക്കലും ആരെയും എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഒരുപക്ഷെ ആളുകൾ എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കരുതുന്ന ഒരു കാര്യം, ഞാൻ ആരോടും അനാവശ്യമായൊരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഉള്ള മറുപടി പിണറായി വിജയൻ തന്നെയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ളൂ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ്റെ സ്വഭാവം എനിക്കറിയാം. എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പന് കൊടുത്തതിൽ ഒരു സെൻറ്റ് വസ്തുവോ 1 രൂപയോ 40 വർഷം MLA ആയിരുന്ന എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ ഇല്ല, 100% ഇല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് ആ കരിമണൽ. അതെ, മനസ്സിലായില്ലേ? ഇപ്പം 40,000 കോടി രൂപയുടെ അഴിമതി ഞാൻ പറയുന്നത് 2019 ശേഷമാണ്. ഈ 2019 മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അത്രമാത്രം. 2019 ശേഷം പ്രളയത്തിൻ്റെ മറവിൽ നടന്നു. അതിനു മുമ്പ് നടന്നിട്ടുള്ള ഖനനങ്ങളിൽ CMRL-ഉം KSADC-യും KERML-ഉം ഉൾപ്പെടെയുള്ള കമ്പനി, അതുപോലെ KMML-ലും നടന്നിട്ടുള്ള തിരിമറികൾ എന്തൊക്കെയാണെന്ന് വിപുലമായ അന്വേഷണം നടന്നാലേ പറ്റുള്ളൂ. ഞാനിപ്പം പറയാമല്ലോ, ഇപ്പോൾ ഇന്നലെ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ഷോൺ ജോർജ്. നമസ്കാരം. കരുത്തിൻ്റെ പര്യായമായ PC ജോർജ്, പൂഞ്ഞാർ പുലി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ വാഴ്ത്തുപാട്ട് നിരന്തരം മുഴക്കുന്ന PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ നിറയുന്നത് കേരളത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടിക്കൊണ്ടാണ്. ആ രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ വേട്ടയാടി വീഴ്ത്തുന്ന കാഴ്ച, അത് കേരളം അടക്കിപ്പിടിച്ച കൗതുകത്തോടെ കാത്തിരിക്കുന്നു. ഓരോ മുന്നേറ്റവും പോരാട്ടവും കേരളത്തിൻ്റെ നിറഞ്ഞ കയ്യടിയോടെ. ഒരുപക്ഷെ ഷോൺ ജോർജ് ഈ പോരാട്ടത്തിനൊപ്പം ഇത്തരം കയ്യടികൾ ആസ്വദിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. അതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു ചാടുന്ന PC ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയുമാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടരികിൽ PC ജോർജ് ഇരിക്കുന്നു. ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടി BJP-യിൽ ലയിക്കുന്ന കാഴ്ച, ജനപക്ഷത്തിൻ്റെ ഇനിയുള്ള നാളുകൾ BJP-യുടേതായി മാറുന്ന അപൂർവ കാഴ്ച, കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന തുടർച്ചയായുള്ള PC ജോർജിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു, ജനപക്ഷത്തിനെ ഒപ്പം ചേർത്ത് BJP പുതിയ വിജയം കൊയ്യുമെന്ന്. NDA ഒരു പുതിയ ബദൽ സംവിധാനമായി കേരളത്തിൽ വളർന്നു വരുന്നു. ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾ കേരളത്തോട് ചെയ്ത കൊടും വഞ്ചനകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. എതിർചേരിയിലേക്ക് ബദൽ ചേരിയിലേക്ക് വന്നു കയറിയ ഷോൺ ജോർജിന് ആദ്യമേ ഉണ്ടായ ആ ഒരു വികാരമെന്ത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികിലിരുന്ന് നേരെ BJP-യിലേക്ക് വന്നു കയറിയപ്പോൾ എന്താണ് തോന്നുന്നത്? പരീക്ഷണമാണോ? തുടക്കം മുതൽ പറയണം. ആദ്യം നരേന്ദ്രമോദിയെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഇന്നാണ്. അദ്ദേഹത്തെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കാനുള്ളൊരവസരം കിട്ടി. എന്നെ പരിചയപ്പെടുത്തിയത് പ്രകാശ് ജാവ്ദേക്കറാണ്. അദ്ദേഹം എന്നോട് ഭയങ്കര എന്നെ വലിയ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറി. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന പോലെ മറ്റേ പണ്ട് ജോൺ ബ്രിട്ടാസ് ലോകസഭയിലെ ഒരു കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, ഒരു ഭയങ്കര പ്രസരിപ്പാണ്. അദ്ദേഹത്തിനെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ടാണ് നരേന്ദ്രമോദിയും BJP-യും അതിലുപരി അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അറിയാൻ കഴിഞ്ഞത്. ഏറെ അഭിമാനമുണ്ട് BJP-യുടെ ഭാഗമായി. പിന്നെ ചേട്ടൻ ആദ്യം പറഞ്ഞ ഒരു വാക്കൊന്ന് തിരുത്തുകയാണ്. ഈ മുഖ്യമന്ത്രിയും മകളെയും വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ അതല്പം ക്രൂരമായി പോകും. ഞാൻ ഒരിക്കലും ആരെയും എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഒരുപക്ഷെ ആളുകൾ എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കരുതുന്ന ഒരു കാര്യം, ഞാൻ ആരോടും അനാവശ്യമായൊരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഞാൻ കാരണം ഒരാളെ വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ, പ്രത്യേകിച്ചൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരോട് എല്ലാ പരിഗണനയുമുണ്ട്. പക്ഷേ ഒരു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയെ
ഞാൻ അറിയുമ്പോൾ അതിനെ തടയിടുക എന്നുള്ളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. അല്ലെങ്കിൽ ഈ പൊതുരംഗത്ത് ഇതിനെതിരെ പ്രതികരിക്കാതെ തുടരാൻ അവകാശമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ ആസ്വദിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇതില്ല ചേട്ടൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഞാൻ റോഡിലിറങ്ങുമ്പോൾ ഞാൻ ഇന്നലെയും മിനിയാന്ന് ഞാൻ ഇന്നും ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞ് വന്നിട്ട് കൈ തന്ന് മുമ്പോട്ട് പോകണം, വിട്ടുവീഴ്ച ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒരു സമൂഹം ഈ തെറ്റിനെതിരെ ആരെങ്കിലും പ്രതികരിക്കാൻ വന്നപ്പോൾ അവരോട് പൊതുസമൂഹം കാണിക്കുന്നൊരു സ്നേഹം, അത് നമുക്കൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കിടയിൽ സമൂഹത്തിൻ്റെ നാനാകോണുകളിൽ നിന്നും ആളുകൾ എനിക്ക് നൽകിയ ഒരു പിന്തുണ എത്രമാത്രം പിണറായി എന്ന് പറയുന്ന വ്യക്തിയെയും സർക്കാരിൻ്റെ ചെയ്തികളെയും ജനം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എനിക്ക് കിട്ടുന്ന പിന്തുണ. 2 ചിത്രങ്ങൾ ഇന്ന് കേരളം കണ്ടു. ഒന്ന്, VSSC ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കരികിൽ വെളുത്തിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം. അദ്ദേഹം കുനിഞ്ഞ മുഖത്തോടെയാണ് ആ വേദിയിൽ മുഴുവൻ സമയവും ഇരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേർക്ക് മുഖമുയർത്തിപ്പോലും അദ്ദേഹം നോക്കുന്നില്ല. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികിൽ PC ജോർജ് ഇന്നിരുന്നത് ഒരു കരുത്തിൻ്റെ മുഖരൂപവുമായാണ്. PC ജോർജിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ആ ശരീര പ്രകടന ലക്ഷണങ്ങളുമൊക്കെ ഒരു വിജയശ്രീ ലാളിതൻ്റേതാണ്. എന്താണ് ഈ അനുഭവത്തിൽ നിന്ന് ഇതൊരു പ്രതീകാത്മകമായ തിരിച്ചടിയാണോ പിണറായി വിജയന്, അതോ PC ജോർജിൻ്റെ വിജയമാണോ? അതിനുള്ള മറുപടി പിണറായി വിജയൻ തന്നെയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ്റെ സ്വഭാവം എനിക്കറിയാം. എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പന് കൊടുത്തതിൽ ഒരു സെൻറ്റ് വസ്തുവോ 1 രൂപയോ 40 വർഷം MLA ആയിരുന്ന എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ ഇല്ല, 100% ഇല്ല. അതിന് കൂടുതൽ പുള്ളി ബാധ്യതകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഇടമായിട്ട് ഇരിക്കാൻ PC ജോർജിന്, അത് രാഷ്ട്രീയപരമായ മുന്നണിയുടെ ഭാഗമല്ല. 2015 ശേഷം ഒരു മുന്നണിയുടെയും ഭാഗമല്ലായിരുന്നു ഞങ്ങൾ ഇന്ന് വരെ, ഏറെക്കുറെ 9 വർഷം. അതിനിടയിൽ PC ജോർജിൻ്റെ തോൽവി ഉണ്ടായി. ആ തോൽവി ഉണ്ടായപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിന്നത്. എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവരുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയത് PC ജോർജ്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ, ഞാൻ പോലും പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അത്തരം ചില നിലപാടുകളൊന്നും മയപ്പെടുത്തിയിരുന്നെങ്കിൽ കുറേ വോട്ടുകൾ നമുക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. ഒരു വിട്ടുവീഴ്ചയും, അത് ജയം തോൽവി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, ഇതൊന്നും PC ജോർജിൻ്റെ കൺസേണുകളല്ല. ആ PC ജോർജ് ഇന്ന് വളരെ സുരക്ഷിതമായ കൈകളിൽ നരേന്ദ്രമോദിയെ പോലെ പ്രഗത്ഭനായ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പ്രൗഢിയും കുറച്ച് ഗാംഭീര്യവും കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൂടിയാൽ അത് തെറ്റല്ലല്ലോ, അത് സ്വാഭാവികമാണ്. എനിക്കുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് ഇവിടുന്ന് ഇറങ്ങി പുറത്തോട്ട് നിന്നാൽ, ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നിന്നാൽ എൻ്റെ പുറകിൽ 100 കണക്കിന് ആളുകളുണ്ട്. ഈ കേരളത്തിൽ ഏത് മേഖലയിൽ ചെന്നാലും എനിക്ക് എൻ്റെ പാർട്ടിക്കാരായ ആളുകളുണ്ട്. ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലം ചെന്നാൽ ഏത് ബൂത്തിലും 2 പേരുണ്ട് പാർട്ടിക്കാർ. അപ്പോൾ അത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 3 രൂപ മെമ്പർഷിപ്പ് മാത്രമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസം. ഞാനിന്ന് അവിടെ സദസ്സിൽ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ വന്ന് നമ്മളോട് സ്നേഹം പങ്കുവെക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു എനർജി അല്ലേ? അങ്ങ് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. BJPക്ക് വലിയ ശക്തിയുണ്ട്, വലിയ മോദി ഫാക്ടർ കേരളത്തിൽ അലയടിച്ച് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനത്തിൽ ഇല്ലായിരുന്ന ഈ സംവിധാനത്തിന് എന്നും ഒരു കുറവുണ്ടായിരുന്നു, ഒരു നട്ടെല്ലിൻ്റെ കുറവ്. അങ്ങ് മീനച്ചിൽ പാലാ ഭാഗത്ത് നിന്ന് ഇപ്പോൾ BJP കണ്ടെടുത്തിരിക്കുന്നതും അതേ നട്ടെല്ല് തന്നെയാണോ? അപ്പോൾ ഞാൻ പറയാം, ഇതുവരെ BJPയിലുള്ള നേതാക്കന്മാരെല്ലാം നട്ടില്ലാത്തവരെന്നാണോ? ഇത്രയും കാലമായി പിണറായി വിജയനോടും ഈ കേരളത്തിലെ കോൺഗ്രസിനോടും ഇത്രയും പോരാടി നിന്ന, നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥാനാർത്ഥിമാർക്ക് കിട്ടുന്ന വോട്ടെത്രയാണ് BJPയുടെ പലപ്പോഴും. പക്ഷെ പിണറായി വിജയനെതിരെയുള്ള ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയുടെ ഔദ്യോഗിക നേതൃത്വത്തിനോ BJP സംവിധാനങ്ങൾക്കോ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്ര കണ്ട് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിൽ മാസപ്പടിയെക്കുറിച്ച് കൃത്യമായി എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതെന്തുകൊണ്ടാണ്? അത് ഊതിക്കത്തിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ ഷോൺ ജോർജ് എന്ന പോരാളി വെച്ച് കൈ നീട്ടി കൊടുത്തപ്പോഴാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ 6 മാസം, ഒരുപക്ഷെ ഞാനും എൻ്റെ അഭിഭാഷകനും മാത്രം അറിഞ്ഞ ഒരു വിഷയമാണ് എൻ്റെ ഹോംവർക്ക്.
6 മാസമാണ് ഞാൻ ഇതിൻ്റെ പറയുന്നത്. ഒരു പക്ഷേ മാധ്യമപ്രവർത്തകനായ ഇപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് പോലും ഒരു 6 മാസം ഒരു കേസിൻ്റെ പുറകെ നിൽക്കാൻ പറ്റുമോ? ഇത് എവിടെയും സക്സസ് ആകുമെന്ന് ഉറപ്പുള്ള കേസല്ല. നമുക്ക് ഓരോ ദിവസവും ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് കൃത്യമായി എത്തിക്കാൻ കഴിയുമെന്ന ബോധ്യത്തിലല്ലേ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തതും പിന്നീട് കോടതിയിലോട്ട് പോയതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. കാരണം ഇത് എനിക്ക് പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിക്ക് തുടങ്ങിയതാണ് എങ്കിൽ പോലും അത്രയും ഞാൻ പ്രൊഫഷണലി ഞാനൊരു അഭിഭാഷകനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മാത്രമല്ല ഈ ദൈവത്തിൻ്റെ ചില തീരുമാനം, ഞാൻ തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ അതാത് സമയത്ത് എന്നിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെയും പോലും അതെ, മാസപ്പടി വിഷയം വേണ്ടത്ര ഗൗരവത്തോടെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് UDF മുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒറ്റപ്പെട്ട ചില തെളിവുകൾ ഹാജരാക്കുന്നതിൽ മാത്യു കുഴൽനാടൻ വിജയിച്ചിരുന്നു. എങ്കിലും ഒരു പോരാട്ടം എന്ന നിലയിൽ SFIO പോലെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് ഈ കേസിനെ എസ്കലേറ്റ് ചെയ്യുന്നതിൽ മാത്യു കുഴൽനാടൻ അത്ര കണ്ട് വിജയിച്ചിരുന്നില്ല. അവിടെയാണ് ഷോൺ ജോർജ് കടന്നു വന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണോ? അല്ല, ഞാൻ ഞാൻ ഒരേപോലെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ നിങ്ങൾക്കെല്ലാം വേണ്ട വിവരങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ ആ തരുന്നതിന് മുമ്പ് ഒന്നാം ഘട്ടമായി ഞാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനും ഇപ്പോൾ അന്വേഷണ ഏജൻസി വന്നതിന് ശേഷം SFIOയ്ക്കും കോടതിയിലും സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഡോക്യുമെൻ്റ് തരുന്നത്. കാരണം ആ ഡോക്യുമെൻ്റ് സേഫ് ആയിരിക്കണം. അതിൻ്റെ തെളിവിലേക്ക് അത് ഒരിക്കലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓൾട്ടറേഷൻസ് അവിടെ വരാൻ പാടില്ല. നാളിതുവരെയായി ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച ആരോപണം നാളിതുവരെയായി ഒരു വെള്ള പേപ്പറിലെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ആരോപണത്തിനപ്പുറത്തൊരു വെള്ള പേപ്പറിൽ പോലും ഒരു പരാതി ഇവരാരും എവിടെയും കൊടുത്തിട്ടില്ല. എവിടെ? അതെ അതെ, 100% ശരി. എവിടെയും കൊടുത്തിട്ടില്ല. ഒരിക്കൽ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കുടുംബത്തിലിരിക്കുന്നവരെ പറയരുത് എന്ന് ആജ്ഞാശക്തിയോടെ കോപാകുലനായി പറഞ്ഞ് അവിടെ കുഴൽനാടനെ ഇരുത്താൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടത്. പക്ഷെ പിന്നീട് അങ്ങ് ഇത്തരം തെളിവുകളുമായി രംഗത്ത് വന്നപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും SFIOയ്ക്കും പരാതി നൽകിയപ്പോൾ അതിനെതിരെ ഒരുവിധ പ്രസ്താവനയും പിണറായി വിജയനോ പിണറായി വിജയൻ്റെ കുടുംബമോ പാർട്ടിയോ നടത്തിയില്ല. ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഒരു പരാതിക്കെതിരെയും തിരിച്ചൊരു വാക്ക് പറയാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. 2, നിയമസഭയിലെ പെർഫോമൻസ് വളരെ മോശമായി തന്നെ പറയണം. മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും സോളിഡ് എവിഡൻസ്, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സോളിഡായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച വരെ നിയമസഭ ഉണ്ടായിരുന്നു. ആ നിയമസഭയിൽ ഇത് ഉന്നയിക്കാൻ ഒരു അനുവാദം ചോദിച്ചു, കിട്ടിയില്ല. പത്രസമ്മേളനം നടത്തി അവസാനിപ്പിച്ചു. ശരിയാണ്, മനസ്സിലായില്ലേ? ഇത്രയും ഗൗരവമായ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ട് നിയമസഭയ്ക്കുള്ളിൽ, ഇതിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും അധികം ഈ ശബ്ദം ഉയർന്ന നിയമസഭയിലാണ്. ആ നിയമസഭയ്ക്കുള്ളിൽ എന്തു ചെയ്തു ഇവർ? എനിക്ക് പരാതി. പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങ് തുറന്നു പറയുമോ എന്നെനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങ് ഈ തെളിവുകളുമായി ആദ്യം മാത്യു കുഴൽനാടനെ നേരിട്ട് കണ്ടിരുന്നു. ഈ കാര്യം കണ്ടില്ല, ഞാൻ വിളിച്ചിരുന്നു. മാത്യു കുഴൽനാടനോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഷോൺ ജോർജ് നടത്തി. അതെ, അതിനുശേഷമാണ് സ്വന്തമായി പോരാട്ടത്തിനിറങ്ങിയത്. ഇത് ശരിയല്ലേ? ഒരുപക്ഷെ മാധ്യമങ്ങളിലൊന്നും വരാത്തൊരു കാര്യമായിരിക്കും. ഞാൻ മാധ്യമങ്ങളിൽ ഞാൻ പറഞ്ഞാണ്, ഞാൻ 2-3 പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ശ്രദ്ധിച്ചില്ലെന്ന് നടത്തില്ല. പക്ഷേ അതായത് ഒരു ഗൗരവമായി എനിക്ക് തോന്നി ഞാൻ തന്നെ ഇത് മുമ്പോട്ട് പോയാലേ പറ്റൂ. എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് പോകാം, ഇത് മുമ്പിൽ നിന്നൊരു വ്യക്തി അദ്ദേഹത്തെ കൊണ്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കത് അത്രയും ഇത് എനിക്ക് തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് കാരണം ഇതിനെവിടെയും ഒരു കോംപ്രമൈസ് ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധം. പറഞ്ഞാൽ കയ്യടിക്ക് വേണ്ടിയല്ല പോരാട്ടത്തിനിറങ്ങിയത്. അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഈ കയ്യടി കിട്ടുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കയ്യടി കിട്ടുമ്പോൾ ദൈവങ്ങൾക്ക് പോലും സ്തുതി ഇഷ്ടമല്ലേ? അതായത് എനിക്ക് കയ്യടി കിട്ടുമ്പോൾ ഒരു മനുഷ്യനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, ആളുകൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിവിരോധമായി ഇത് മാറരുത്. ഞാൻ എൻ്റെ മറ്റൊരു മാനം പറയട്ടെ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് ആ കരിമണൽ. അതെ, മനസ്സിലായില്ലേ? ഇപ്പം 40,000 കോടി രൂപയുടെ അഴിമതി ഞാൻ പറയുന്നത് 2019 ശേഷമാണ്. ഈ 2019 മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രമാത്രം. 2019 ശേഷം പ്രളയത്തിൻ്റെ മറവിൽ നടന്നു. അതിനു മുമ്പ് നടന്നിട്ടുള്ള ഖനനങ്ങളിൽ CMRL-ഉം KSADC-യും KERML-ഉം ഉൾപ്പെടെയുള്ള കമ്പനി, അതുപോലെ KMML-ലും നടന്നിട്ടുള്ള തിരിമറികൾ എന്തൊക്കെയാണെന്ന്
വിപുലമായ അന്വേഷണം നടന്നാലേ പറ്റുള്ളൂ. ഞാനിപ്പം പറയാമല്ലോ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഞായറാഴ്ച പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ 60 ഏക്കർ വസ്തു പോക്കുവരവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആ വസ്തു പോക്കുവരവ് ബന്ധപ്പെട്ട് 2002 അവർ വാങ്ങിയ വസ്തു 2018 പോക്കുവരവ് ചെയ്യാൻ ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കുന്നത്. 2019 കാരണം 19 മൈനിങ് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിരോധനം വന്നതിന് ശേഷമാണ് പോക്കുവരവ് ചെയ്യാൻ കൊടുത്തത്. ഏറെക്കുറെ 16 വർഷം ഇവരുടെ കയ്യിൽ ഈ വസ്തു ഇരുന്നു. ചേട്ടൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലോ ആണെങ്കിൽ 3-ാമത്തെ മാസം നോട്ടീസ് തന്നത് മിച്ചഭൂമിയായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ കേരളത്തിൽ 2 നിയമങ്ങളുണ്ട്. മാത്രമല്ല ആ വസ്തു ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യമാണ്. ഈ 60 ഏക്കർ വസ്തുവിൽ അവർ കണ്ടിട്ടുള്ള കനി എന്ന് പറയുന്നത് 50,000 കോടി രൂപയ്ക്ക് മുകളിലുണ്ടാവും. 60 ഏക്കറിൽ. അപ്പോൾ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലകളിലെ ഇത് പല പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. ആറാട്ടുപുഴയിൽ 43 തൃക്കുന്നപ്പുഴയിൽ 17 അങ്ങനെയാണ് ഈ 60 ഏക്കർ സ്ഥലം വരുന്നത്. ഈ 60 ഏക്കർ സ്ഥലം യഥാർത്ഥത്തിൽ ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും ഈ 2 പഞ്ചായത്തിലും ലാൻഡ്ലെസ് ആയിട്ടുള്ളവർക്ക് ലാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് പുറമ്പോക്കോ തരിശുഭൂമിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വസ്തു അവിടെ കിടക്കുകയാണ്. 45 ഏക്കർ ഇനിയും സുഖമായി പിടിച്ചെടുക്കുന്ന നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പോൾ അവിടെ വേറൊരു കളി നടക്കുന്നുണ്ട്. അവിടെ ഒരു തീരദേശ ഹൈവേ ഈ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി ഒരു നടപടി. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. തീരദേശ ഹൈവേ ഇപ്പോൾ ഇത് പ്രോജക്റ്റ് നടക്കാതിരുന്നാൽ തീരദേശ ഹൈവേ കൊണ്ടുവന്ന് ഇതിൻ്റെ മുടക്കിയ കാശ് തിരിച്ചു വരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെയും 2004 KSIDC 9.5 കോടി രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 വർഷമായി KSIDCക്ക് എന്താ തിരിച്ചു കിട്ടിയിട്ടുള്ളത്? ഇത്തരം തെളിവുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? CPM നേതാക്കൾ തന്നെയാണോ സഹായിക്കുന്നത്? ബിനീഷയാണോ ഉദ്ദേശിച്ചത്? അവൻ ഇതൊന്നും അറിയത്തില്ല. പാവം, അവൻ്റെ കാര്യം നോക്കി. അവന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അവൻ ആ കാര്യമൊക്കെ നോക്കി നടക്കുന്നു. ഒരു തികഞ്ഞ സഖാവാണ് എന്നും പാർട്ടിക്ക്. പക്ഷേ ബിനീഷിനോടും ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനോടും പാർട്ടി കാട്ടുന്നത് ഒരു ഇരട്ട നീതി തന്നെയാണ്. ഞാൻ അങ്ങനെ പറയില്ല. എന്നാണെന്നറിയോ, ബിനീഷിന് കേസുണ്ട്. ബിനീഷ് പ്രതിയല്ലെന്ന് ഇപ്പോൾ കോടതി വിധിച്ചു. അവൻ്റെ കേസ് തീർന്നു. പക്ഷേ ബിനീഷിൻ്റെ കേസ് വന്നപ്പോൾ അലിഗേഷൻ എഗൻസ്റ്റ് ബിനീഷ് ഒള്ളിയായിരുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ പ്രതി അല്ലായിരുന്നു. അല്ല. പക്ഷേ ഇവിടെ വീണ വിജയൻ അല്ല പ്രതി. ഇവിടെ പ്രതി മുഖ്യമന്ത്രിയാണ്. ഇവിടെ പ്രതി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയില്ല. അപ്പോൾ തീർച്ചയായും പാർട്ടി ചാടി ഇറങ്ങിയത് പിണറായി വിജയനെ സംരക്ഷിക്കാനാണ്. 100%. എന്നോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ വീണ വിജയനെതിരെ അല്ല, നിങ്ങൾ പിണറായി വിജയനെതിരെയാണ് നിങ്ങളുടെ ടാർഗറ്റ് പിണറായി വിജയൻ ആണ്. വീണ എൻ്റെ ആരാണ്? വീണ എന്ന് പറയുന്നൊരു സ്ത്രീയായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീക്ക് എനിക്കെന്താ വ്യക്തിവിരോധം? മുഖ്യമന്ത്രിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അവർ സമ്പാദിച്ച പണത്തിനാണ് എനിക്ക് ഒബ്ജക്ഷൻ. അല്ലാതെ വീണ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അവരോട് എനിക്ക് യാതൊരു വിരോധമില്ല. MP ഗോവിന്ദൻ പറഞ്ഞൊരു സംശയം, PC ജോർജ് ദില്ലിയിലെത്തി തൊട്ടടുത്ത ദിവസമാണ് ആദ്യം ഷോൺ ജോർജ് ഒരു പരാതി അയക്കുന്നത് SFIOയ്ക്ക്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പരാതി അയക്കുന്നത് 9-ാം മാസമാണ്. 25/9/2023 എൻ്റെ ഫസ്റ്റ് പെറ്റീഷൻ. നേരത്തെ അതൊന്നും അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ പരാതി കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഞാൻ പല പത്രക്കാർക്കും ഞാൻ ഈ പെറ്റീഷൻ പലരുടെയും ഫോണിൽ വാട്സപ്പിൽ കിടപ്പുണ്ട്. പക്ഷേ 788 പേജാണ് ആ പരാതി. PC ജോർജിനെ പിടിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജിന് ഉള്ളിൽ ഒരു കാളലൊന്നുമില്ലേ? എന്നാ എന്തെങ്കിലും ഒരു പോലീസ് ഇടപെടൽ? അല്ലെങ്കിൽ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇതാണ് എൻ്റെ നിയോഗമെങ്കിൽ ഈ നിയോഗം ചെയ്തിട്ട് അങ്ങ് പോകാൻ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. എനിക്കതുകൊണ്ട് അങ്ങനെ പേടിച്ച് എനിക്ക് അങ്ങനെ സ്ഥിരത. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് നടക്കുന്നത്, എൻ്റെ കൂടെ അങ്ങനെ വേറെ ആരും നടക്കാറില്ല. അപ്പോൾ ആളുകൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന പേടിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് അങ്ങനെ ആർക്കും തടയാനൊന്നും പറ്റില്ല. അല്ലെ പ്രധാനമന്ത്രി വന്നു പറയുന്നത് SPG ആയിട്ട് നടക്കുന്നത്, എനിക്ക് അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നോട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം അരുവിത്തറയുടെ പ്ലാത്തോട്ടത്തിൻ്റെ ഒക്കെ ചരിത്രം ചെയ്യുമ്പോൾ ഒരു കുത്ത് കിട്ടിയാൽ കടാരൂരി തിരിച്ചു കുത്തിയിട്ട് പോകുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ തിരിച്ചു ചെയ്യും. കാരണം അരുവിത്തറ വെല്ലിച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് അങ്ങനെ ഒരു വികാരം ഇല്ലേ, എനിക്കൊക്കെ പേടിയില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു തീർച്ചയായിട്ടും വരുന്നിടത്ത് കാണാം, അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഒരു സമൂഹം എൻ്റെ കൂടെ ഉണ്ട്. കേരള സമൂഹത്തിൻ്റെ മനസാക്ഷി എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. പ്രചോദനം PC ജോർജിൻ്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയായിരുന്നോ ഇത്തരം പോരാട്ടങ്ങൾ? PC ജോർജിൻ്റെ ഞാൻ എന്നും കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ളത് എൻ്റെ അപ്പനെ തന്നെയാണ്.
ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും പലപ്പോഴും ആളുകൾ പറയാറുണ്ടെങ്കിലും ഞാൻ പറയില്ല, പലപ്പോഴും പല പ്രശ്നങ്ങളും ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ടായിരിക്കും ഞാൻ ഓടി വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞേ, അപ്പോൾ വലിയ വിപ്ലവത്തിലേക്കായിരിക്കും പോകുന്നത് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പുള്ളി ഒറ്റ ചോദ്യം ചോദിക്കും, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്ക് ഇന്ന് വരെ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ പി സി ജോർജിൻ്റെ ഒരു സ്വഭാവം, അപ്പോൾ സ്നേഹിക്കുന്നവരെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും എതിരാളികളെ വാരി നിലത്തടിക്കുകയും ചെയ്യുന്നു. അത് അപ്പോൾ ആരാണ് സുഹൃത്ത്, അവരെ സ്നേഹിക്കുകയും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെ തകർക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയല്ലേ? ശുദ്ധനായ ഒരു മനുഷ്യൻ. ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ രാഷ്ട്രീയക്കാരനായ പി സി ജോർജിൻ്റെ മകനാണ്. പി സി ജോർജ് കർഷകനായ ചാക്കോച്ചൻ്റെ മകനാണ്. എൻ്റെ പേരും ചാക്കോച്ചൻ നാട്ടോ, വലിയപ്പൻ്റെ പേരാണ് എനിക്ക്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ജനിച്ചപ്പോൾ മുതൽ പൊളിറ്റിക്സ് കണ്ട് മാത്രം വളർന്ന ആളാണ്. അതിന് കുറ്റങ്ങളും കുറവുകളും ഞാൻ പറഞ്ഞില്ലേ, ഈ റബ്ബറിൻ്റെ പോലെയുള്ള മെയ്വഴക്കം വേണ്ട ഒരു പ്രദേശമാണ് മധ്യ കേരളം. വലിച്ചാ വലിയണം. അങ്ങനെ അതായത് മാണി സാറിനെയും പി ജെ ജോസഫിനെയും പി സി ജോർജിനെയും ഒക്കെ കണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവരുടെ എല്ലാം മെയ്വഴക്കങ്ങൾ ഒരു പക്ഷേ എനിക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നല്ലതിനെ ഞാൻ ഉൾക്കൊള്ളാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരാളുകളുമായി ഇടപെടുന്ന കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ ജേക്കബ് സാറിനെ പഠിക്കണം, ആളുകളുമായി ഇടപെടുന്ന കാര്യത്തിൽ മാണി സാറിനെ കണ്ടുപഠിക്കണം, വികസന കാര്യങ്ങൾ ജോസഫ് സാറിനെ കണ്ടുപഠിക്കണം, ആദർശത്തിൽ പി സി ജോർജിനെ കണ്ടുപഠിക്കണം. ഞാൻ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷേ പി സി ജോർജിൻ്റെ ആദർശം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ? എവിടെ ചോദ്യം ചെയ്യാനും എനിക്ക് ബോധ്യമുള്ള കാര്യമില്ലേ? പി സി ജോർജിൻ്റെ ആദർശം ആദ്യം ചോദ്യം ചെയ്താലും വീട്ടിലിരിക്കുന്ന എനിക്കറിയാവുന്ന നിലപാടുകൾ ചിലതൊക്കെ പിന്നീറ്റ് തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ലേ? സ്വാഭാവികമായിട്ട് അത് തിരുത്താൻ മടിയില്ലല്ലോ. തെറ്റ് പറ്റിയ പുള്ളിക്ക് മടിയൊന്നുമില്ല തിരുത്താൻ. അവിടെ കിടന്ന് ഉരുളൊന്നുമില്ല. പറ്റി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി പി സി ജോർജ് വീണു പോയി എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ അദ്ദേഹം അധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹം വീണ് പോയിട്ടുണ്ട്. പക്ഷേ പി സി ജോർജ് ഒരിക്കലും വീണിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എവിടെയും വീണിട്ടില്ല. ഏറ്റവും ഒടുവിൽ ജനപക്ഷത്തിലേക്ക് പി സി ജോർജ് എത്തുന്ന ചില വഴികളുണ്ടല്ലോ. യു ഡി എഫിലേക്ക് ചേക്കേറാൻ നോക്കി, രക്ഷയില്ല. എൽ ഡി എഫിലേക്ക് വരാൻ നോക്കി, രക്ഷയില്ല. ഏറ്റവും ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെയാണോ എൻ ഡി എയിലേക്ക് പോകുന്നത്? അത് കണക്ക് കൃത്യമായിട്ട് പറയണം. കാരണം 2003 മുതൽ അദ്ദേഹം 2001 ജയിച്ചതിന് ശേഷം 2001 പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദൻ വരുന്നു. അതിനുശേഷം മതികെട്ടാൻ, മൂന്നാർ ഉൾപ്പെടെ, അത് എന്തിന് ഈ കരിമണൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളിലും വി എസിനെ എത്തിച്ചത് പി സി ജോർജാണ്. മൂന്നാർ ഉൾപ്പെടെ, മതികെട്ടാൻ ഉൾപ്പെടെ പി സി ജോർജിനെ എത്തിച്ചത് വി എസിനെ അവിടെ എത്തിച്ചത് പി സി ജോർജാണ്. അതിനുശേഷം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഘടകകക്ഷിയായിരുന്ന നമ്മളെ ആദ്യ തലേദിവസം 4-3-7 പേരില്ലാത്ത 2 പേരെയും കൊണ്ട് പിളർപ്പുണ്ടാക്കിച്ച് ആ പാർട്ടിയെ മാറ്റി നിർത്തി എൽ ഡി എഫിൽ നിന്ന്. പക്ഷേ 2006 പി സി ജോർജ് അല്ലാതെ ആരും ജയിക്കില്ല, പാർട്ടി അധികാരത്തിൽ വരണമെന്നുകൊണ്ട് മാത്രം സീറ്റ് തന്നു. എന്നിട്ട് 2006 പിണറായി വിജയൻ ചെയ്തത് എന്താണ്? ഒറ്റ മന്ത്രിസ്ഥാനമുള്ള PBS പറഞ്ഞു പി സി ജോർജ് മന്ത്രിയാകണം. അപ്പോൾ പറഞ്ഞു വേണ്ട. അപ്പോൾ ഒറ്റ മന്ത്രിസ്ഥാനമുള്ള ആർക്കും ഒറ്റ MLA ഉള്ള ആർക്കും മന്ത്രിസ്ഥാനം ഇല്ല. അതെ, എന്ന് പ്രഖ്യാപിച്ചു. 2009 പി സി ജോർജ് മുന്നണി വിട്ടു. പിറ്റേ ദിവസം ഒറ്റ MLA ഉള്ള കടന്നപ്പള്ളിയെ മന്ത്രിയാക്കി. അപ്പോൾ പി സി ജോർജിനുള്ള വ്യക്തിവിരോധം കൊണ്ട് മാത്രമല്ല പിണറായി വിജയൻ അന്ന് മന്ത്രിസ്ഥാനം കൊടുക്കായിരുന്നു. അവിടെ നമ്മൾ UDF-ലെത്തി. അവിടെ ഈ LDF-ൽ നിന്ന് പി സി ജോർജിനെ 2009 LDF ഇട്ടതല്ല, പുറത്താക്കിയതാണ്. നെയ്യാറ്റിൻകര MLA പിന്നീട് പിടിച്ചുകൊണ്ടു. അല്ല, അത് പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഘടകമാണ്. 2009 പി സി ജോർജിനെ പുറത്താക്കിയത് എങ്ങനെയാണ്? മതികെട്ടാൻ ഇടപാടിൽ അന്നത്തെ മന്ത്രിയായിരുന്ന ടി കുരുവിള കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അയാളെ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തുകയും ചെയ്യാൻ LDF തീരുമാനമെടുക്കുന്നു. അതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച പി സി ജോർജിനെ മുന്നണിക്ക് പുറത്താക്കുന്നു. അപ്പോൾ എന്താ? മതികെട്ടാൻ വനം കയ്യേറ്റം കൊള്ളയ്ക്കെതിരെ പി സി ജോർജ് പ്രതികരിച്ചത് മാത്രമാണ് LDF-ൽ നിന്ന് പുറത്താകുന്നത്. ആ മന്ത്രിസഭയിൽ പി ജെ ജോസഫിനെ പുറത്താക്കിയതിൽ പി സി ജോർജിൻ്റെ കൈകളുണ്ടെന്ന് ആരോപണം വന്നു. പിന്നെ പി ജെ ജോസഫിനെ പുറത്താക്കിയതിൽ പി ജെ ജോസഫിൻ്റെ കൈകളാണുള്ളത്. അല്ല, അതിന് പി ജോസഫിനെ പുറത്താക്കിയത് പി ജോസഫിൻ്റെ കൈകളാണ്, പി സി ജോർജിൻ്റെ കൈകളല്ല. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. പിന്നീട് 2011 അന്നത്തെ വളരെ ശുഷ്കമായ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ കൂടുതൽ കരുത്തുറ്റതാക്കി. അവിടെയും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല, ഒരു മന്ത്രി ബർത്ത് കിട്ടിയില്ല. അവിടെ അന്ന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 3 മന്ത്രി എന്ന് തീരുമാനമെടുത്താണ്. ആ തീരുമാനം പാർട്ടി തന്നെയാണ്. രണ്ടാമത് ചീഫ് വിപ്പ് സ്ഥാനം മതി എന്ന് പറഞ്ഞു. പി സി ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടെയാണ് നിർബന്ധിച്ച് ചീഫ് വിപ്പ് സ്ഥാനം ഉണ്ടാക്കിയത്. അതിനുശേഷം സംഭവിച്ചെന്താണ്? സോളാർ കേസിലെ വിഷയങ്ങളും അതിനുശേഷം ശരിക്കും UDF ഇടുന്നപ്പോഴാണ് നമുക്കെല്ലാം അറിയാം. തുകയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ബാറുകോഴ ഇല്ലാത്തതാണെന്ന് ലോകത്താരും പറയില്ല. കാരണം നോട്ടിൽ എന്ന മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്.
നോട്ടെണ്ണുന്ന മെഷീനൊക്കെ നമ്മുടെ ഇവര് റിപ്പോർട്ടർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതിന് കഥ പറയാം. അതായത് ഈ പൈസയായിട്ട് മാണി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പോകുന്ന വഴി പൊൻകുന്നത്തെ ബാറിലിരുന്ന് ഇവർ ഭക്ഷണം കഴിച്ച് കള്ളം കുടിക്കുന്നു. ഈ പൈസക്കകത്ത് നിന്ന് 5500 രൂപ എടുക്കുന്നു. അല്ല, ഇതൊക്കെ അല്ല, ഇത് അവർ പറഞ്ഞ കഥയാണ്. ഇത് കൊടുത്ത ആളുകൾ പറഞ്ഞ ഈ 5500 രൂപ എടുക്കുന്നു. അവിടെ നിന്ന് പണ്ട് ഈ പൈസ കൊടുത്ത് തിരിച്ച് കിടങ്ങൂർ ചെല്ലുന്നതിന് മുമ്പ് ഈ മൊത്തം പൈസ 5500 രൂപ കുറവുണ്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ നോട്ട് ഇടുന്ന മെഷീൻ അല്ലാതെ ഇതൊക്കെ ബാറുകാരുടെ കഥകളാണ്. പക്ഷെ അതിലപ്പുറം അന്ന് പിരിച്ചെടുത്തത് PC ജോർജ് പറഞ്ഞതുപോലെ 16 കോടി രൂപയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന്റെ PC ജോർജ് മേടിച്ചിട്ടില്ല. എന്തോ PC ജോർജ് മേടിച്ചിട്ടില്ലല്ലോ. അല്ല, അപ്പൊ അങ്ങനെ അത് പറയാൻ അവകാശമുണ്ട്. ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾ ഒരുപോലെ PC ജോർജിനെ ഭയപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ അകറ്റി നിർത്തിയത് പലപ്പോഴും? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു ഡിപ്ലോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിന്ന് പോകാൻ പലപ്പോഴും അത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, മാണി സാറൊക്കെ അതിൻ്റെയൊക്കെ ആശാനാണ്. അഴിമതി കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ ഞാൻ പറയും. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് മേലുകീഴ് നോക്കുന്നൊരു പരിപാടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലപാടുകളും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ധാരാളം ഉണ്ടാവും. മുന്നണികൾക്കകത്ത് പ്രശ്നം ഉണ്ടാവും, പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. അത് 2015 ആ UDF മുന്നണി വിടേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ അതിനുശേഷം PC ജോർജ് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചില്ല, അവിടെ മുസ്ലിം തീവ്രവാദ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു ജനപ്രതി എന്ന നിലയിൽ PC ജോർജ് അത് ചൂണ്ടിക്കാണിക്കരുതായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം ശരിവെക്കുന്ന കാര്യങ്ങളല്ലേ ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതെ. PC ജോർജിനെതിരെ എപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, SDPI പോലെയുള്ള സംഘടനകളെ അവിടെ ഒരു കാലത്ത് പാലൂട്ടി വളർത്തത് PC ജോർജ്, അവരെ ചേർത്ത് പിടിച്ച് അവരുടെ വോട്ട് PC ജോർജ് വാങ്ങിയെന്നും പിന്നീട് അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നുള്ള ആരോപണമാണ് PC ജോർജ്. SDPI എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ SDPIയുടെ കൊടി പിടിച്ചിരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗൂഗിൾ നോക്കിയാൽ ഷോൺ ജോർജ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. SDPIയുടെ കൊടി പിടിച്ചു നിൽക്കുന്നത് എന്തായിരുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമാകുന്നു. SDPI രൂപീകൃതമാകുന്ന സമയത്താണ് 2014 അങ്ങനെ സമയത്ത് അവർ വന്ന് നമുക്ക് പിന്തുണ തരുന്നു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു പക്ക രാഷ്ട്രീയ പ്രസ്ഥാനമായി SDPI വളർന്നു വരുന്നു. സ്വാഭാവികമായിട്ട് പിന്നീട് 2016 ശേഷം ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഉള്ള പ്രശ്നം കാണുന്നിടത്തെല്ലാം വെട്ടിക്കൊല്ലിച്ചേയും കൈകൊല്ലിച്ചേയും ഒക്കെ ആയപ്പോഴത്തേനും ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ അതിനകത്ത് കൃത്യമായ നിലപാട്, ജോസഫ് സാറ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞതാണ് PC ജോർജ്. ഞാനും എൻ്റെ നിലപാട് ജോസഫ് സാറ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാലാണ് നമ്മൾ. പക്ഷേ കൈവെട്ടിലെ കാര്യത്തിലേക്ക് പോയപ്പോൾ, കൊലപാതകത്തിലേക്ക് പോയപ്പോൾ, അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞോളി, ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് SFIയുടെ നേതാവായ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഓപ്പണായിട്ട് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് PC ജോർജ് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. പക്ഷേ CPM ഇപ്പോഴും ആ ബാന്ധവം തുടരുകയാണ്. പക്ഷേ അക്കാലത്തിൽ PC ജോർജ് BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ BJPയുടെ ചേക്കേറുന്നതല്ല, അതാണ് മനസ്സിലാകേണ്ടത്. 2019 യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി നമ്മളൊരു തീരുമാനമെടുത്തില്ല, ഇത് ഏത് മുന്നണിയായിട്ട് സഹകരിക്കണം, ഒരു തീരുമാനം എടുത്തില്ല. 2019 ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ചേട്ടൻ സ്ഥാനാർത്ഥിയായി ബന്ധപ്പെട്ടു. ഈ ശബരിമല സമരത്തിൽ ഏറ്റവും ആദ്യം പ്രക്ഷോഭം ആരംഭിച്ചത് കേരള ജനപക്ഷമാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ശശികുമാർ വർമ്മ അദ്ദേഹമാണ് ആ യോഗം എരുമേലിയിൽ വെച്ച് ഒരു സർവ്വമത സമ്മേളനവും വിശ്വാസ സംരക്ഷണ സത്യാഗ്രഹവും നടത്തി. വലിയ പരിപാടിയായിരുന്നു. അതാണ് ശബരിമലയുടെ ആദ്യത്തെ സമരം. അതിനുശേഷം BJP അത് ഏറ്റെടുക്കുകയും സുരേന്ദ്രൻ ആ വിഷയം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. അന്ന് സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ പപ്പായും സുരേന്ദ്രനുമാണ് പമ്പയിൽ നിന്ന് ആദ്യം ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ആത്മബന്ധമുണ്ടായി. അത് മാത്രമല്ല, അവിടെ അന്നത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തക്കതായ തിരിച്ചടി കൊടുക്കാൻ, ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു MP ഉണ്ട്, ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല, അങ്ങനെ ഒരാളുണ്ട് എന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ 15 കൊല്ലമായിട്ട് ആ നാട്ടിലൊന്നും ചെയ്തതായിട്ട് അറിയില്ല. ആൻഡോ എക്കാലത്തും PC ജോർജിൻ്റെ ഒരു ശത്രുവായിരുന്നു. അവർ പരസ്പരം 2009 ആൻഡോയ്ക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുന്ന PC ജോർജ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആൻ്റണിക്ക് 2009 നമ്മൾ UDF ഉള്ള സമയമാണ്. പിന്നീട് അവർ തമ്മിൽ വലിയ അവിടെ പ്രശ്നം എന്താ പറയുക, അവിടെ ഒരു പൂഞ്ഞാർ ബാങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ അനിയനും സഹകാരികളും കൂടി 13 കോടി രൂപ നമ്മുടെ ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ്, കോൺഗ്രസ് നമ്മളോട് ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ്. 13 കോടി രൂപ അവിടെ അടിച്ചുകൊണ്ട് പോയി. അത് റിസീവർ ഭരണത്തിലാണ്. മൂന്നര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 9 കോടി രൂപ ഇവരുടെ ഫാമിലി മാത്രം അടിച്ചുകൊണ്ട് പോയി. അതെല്ലാം 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും പശുവിനെ വിട്ടതും കുടുക്ക പൊട്ടിച്ചതും മരം വെട്ടിയതും റബ്ബർ വെട്ടി ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ടവൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുന്ന പൈസയാണ് ഇവരുടെ കുടുംബം അടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. നിങ്ങൾ മൂന്നലവിലെ പൂഞ്ഞാറിൽ വന്ന് ആരോട് ചോദിച്ചാലും പറയും ഇദ്ദേഹത്തിൻ്റെ ചേട്ടനും അനിയനും കൂടെ തന്നെയാണ് അത് കൊള്ള ചെയ്തത്.
അതെല്ലാവർക്കും അറിയാം. അന്വേഷണം നടക്കുന്നുണ്ട്, കേസ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ ഒരു ജനപ്രതിനിധി എന്നല്ല, എൻ്റെ പാർട്ടിക്കാരായ 100 പേരുടെ പൈസ അതിനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം കുറേ ആളുകൾ എയർപോർട്ടിൻ്റെ സ്ഥലത്ത് സ്ഥലം മേടിക്കാനും സോളാർ ഉണ്ടാക്കാനും ഒക്കെ കൂടെ പൈസ അടിച്ചുകൊണ്ട് പോയിട്ട് 5 ലക്ഷം രൂപ ഒരാൾ ലോൺ എടുക്കാൻ വരുന്നു. അയാളുടെ പേരിൽ പിന്നീട് അറിയുന്നത് അയാളുടെ പേരിലുള്ള ലോൺ 25 ലക്ഷം രൂപ, ബാക്കി 20 ലക്ഷം രൂപ ഇവരെടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ എത്രയോ കോടി രൂപ അടിച്ചുകൊണ്ട് പോയി. ഇത് പറയാൻ പാടില്ലേ? ഇത് പറഞ്ഞാൽ ഉടനെ പി സി പറഞ്ഞു ആൻ്റെ തമ്മിൽ വ്യക്തിപരമായ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നമുള്ളൂ. 2 ബാങ്കുകൾ, 3 നില, നിങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കണം. 3 നില സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഞാൻ ജനപ്രതിയായിട്ടുള്ള എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പെടുന്ന സ്ഥലമാണ് 3 നില സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അവിടെ 3 നിലവാര ഒരാളെ കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാന്ന് പറ. പൂഞ്ഞാർ എൻ്റെ ഡിവിഷനിൽ പെടുന്ന സ്ഥലമാണ് പൂഞ്ഞാർ പഞ്ചായത്ത്. ആ പൂഞ്ഞാർ പഞ്ചായത്തിനും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തും ഉൾപ്പെടുന്ന പൂഞ്ഞാർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അവിടുന്ന് ഇപ്പോഴും സ്റ്റിൽ 6 വർഷമായിട്ട് റിസീവർ ഭരണത്തിലാണ്. 1 രൂപ അവിടുന്ന് ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്നില്ല. എത്ര പെൺകുട്ടികളുടെ ജീവിതം, എത്ര പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി നിൽക്കുന്നു. മിണ്ടാൻ പാടില്ലേ? അപ്പോൾ പി സി ജോർജ് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഏറ്റവും ഒടുവിൽ പി സി ജോർജിൻ്റെതും പിന്നീട് ഷോൺ ജോർജിൻ്റെയും ചില പ്രസ്താവനകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടു. അത് പൂഞ്ഞാറിലെ ഒരു പള്ളിയോട് ബന്ധപ്പെട്ടാണ്, ഒരു വൈദികനെ ആക്രമിച്ച കേസിൽ. പക്ഷേ ആ പ്രസ്താവനകളൊക്കെ ഇത്തിരി പ്രൊവോക്കേറ്റീവ് അല്ലേ? ഒരു വൈദികൻ പള്ളിമുറ്റത്ത് ആരാധന നടക്കുന്നു. അവിടെ 7-8 വണ്ടികൾ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായിട്ട് വൈദികൻ വന്നിട്ട് ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ പോവുക എന്നുള്ള മര്യാദയുണ്ട്. പോയില്ലെന്ന് മാത്രമല്ല, അയാളെ പ്രൊവോക്ക് ചെയ്യുകയും അദ്ദേഹം എന്നാൽ ഗേറ്റ് അടച്ചിട്ട് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞ് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോയപ്പം 1 വണ്ടിയല്ല 2 വണ്ടി ഇടിച്ചിടുകയും ചെയ്താൽ അതിന് പോക്കൃത്തരമെന്നല്ലാതെ പറയാനൊന്നും പറ്റില്ല. അതിന് നടപടി ഉണ്ടായേ പറ്റുള്ളൂ. നടപടി ഉണ്ടായിട്ടുണ്ട്. അതിന് ഇപ്പോൾ കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും വർഗീയപരമായ കാര്യങ്ങൾ പറയില്ല. നമ്മൾ മറ്റൊരു മതത്തെയും അതിൻ്റെ വിശ്വാസങ്ങളെയും ഇപ്പം ഞാൻ പറയാം, ഞാൻ ഖുർആനെക്കുറിച്ച് അഭിപ്രായം പറയരുത്, എനിക്ക് അഭിപ്രായങ്ങൾ കാണും. ഞാൻ ഭഗവത്ഗീതയെക്കുറിച്ച് അഭിപ്രായം പറയരുത്, എനിക്ക് അഭിപ്രായങ്ങൾ കാണും. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളോ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന ആളുകളോ അഭിപ്രായങ്ങൾ പറയാം, ബൈബിളിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. അത് നോവുകളുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഒരു പള്ളി മുറ്റത്ത് ആ വികാരം ഉള്ളപ്പോൾ, പ്രത്യേകിച്ചും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വൈദികനെ ഇടിച്ചിട്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇത് ഒരു വിഷയം മാത്രമായിട്ട് എടുക്കരുത്. ഇതിൻ്റെ പുറകിൽ മുമ്പിലൊക്കെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വൈകാരികമായ ആളുകൾക്ക് വന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അരമനയിലേക്ക് മാർച്ച് നടത്തുന്നു, മനസ്സിലായില്ലേ? പിതാവിനെ തടയുന്ന സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമിക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആളുകൾ എത്രമാത്രം ഇനി ഞങ്ങൾ സഹിക്കുമെന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി. അതത്രേ ഉള്ളൂ. ഇനിയും അത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. സാധ്യതയുണ്ടോ? ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ഒരിക്കലും എല്ലാവരും ഒരുമിച്ച് ഏകാതര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് പോകണം. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ മുന്നിട്ടിറങ്ങി പ്രത്യാക്രമണം നടത്തുമെന്ന പ്രസ്താവന ഉണ്ട് കഴിഞ്ഞ ദിവസം. ആ രീതിയിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വൈദികൻ ആക്രമിക്കപ്പെടുമ്പോൾ അത് നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ തികഞ്ഞൊരു വിശ്വാസിയാണ്, സഭാവിശ്വാസിയാണ്, സഭയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. എന്നെ ഞാനാക്കിയതിൽ നിർണായകമായ പങ്ക് എൻ്റെ സഭ വഹിച്ചിട്ടുണ്ട്, എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയ്ക്കൊരു ക്രൈസിസ് ഉണ്ടായാൽ ഷോൺ ജോർജ് ഉണ്ടാവും. ചില കേട്ടുകേൾവികൾ ആരോപണങ്ങളാക്കി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചല്ലോ. അതിൻ്റെ പേരിൽ ഒരു വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ ഒരു പോലീസ് കേസൊക്കെ വന്നു. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഓർത്ത് എനിക്ക് ജാമ്യം എടുക്കണം. ഞാനത് പക്ഷേ ഇത് ചാർജ് കിട്ടിയില്ല. പോയി പക്ഷേ ജാമ്യം എടുക്കാൻ ഇതിൽ ഇറങ്ങി നടന്ന പോലീസ് വല്ലതും പിടിച്ച് അകത്തിട്ടാലോ? ബെയിലബിൾ അല്ലേ? കുഴപ്പമില്ല. നോൺ ബെയിലബിൾ ഇടാൻ അല്ല, വേറെ എന്തെങ്കിലും ഹിഡൻ വകുപ്പുകൾ അതിൻ്റെ ഉള്ളിലുണ്ടോ? ഞാൻ പിടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രൊഫഷണൽ കോളേജുകൾക്കെതിരെ ഇവിടെ ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത 18ഓളം കേസ് പ്രതിയാണ് ഞാൻ. സെൻട്രൽ ജയിലിലും നമ്മുടെ കിഴക്കേക്കോട്ട സബ് ജയിലിലും ഏറ്റുമാനൂർ ജയിലിലും കോട്ടയത്ത് ജയിലിലും പാലാ ജയിലിലും ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. എനിക്കതുകൊണ്ട് ജയിലിൽ പോകാനൊന്നും ഒരു മടിയില്ല, എനിക്ക് പേടിയില്ല. എത്ര ദിവസം ജയിലിൽ പോകാനൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതുവഴി കൂടുതൽ പിന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? ഇതെന്താണ് ഇത് കൂടുതൽ കൃത്യമായി എൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരിക്കില്ല എൻ്റെ ജയിലിൽ പോക്ക്. അറസ്റ്റ് ചെയ്യട്ടെ, ഞാൻ അതുകൊണ്ടല്ല എൻ്റെ വേട്ട റോഡിലാണ് നടക്കുന്നത്. അറസ്റ്റ് ചെയ്യട്ടെ, എനിക്ക് കുഴപ്പമില്ല. ജയിലിൽ പോകാൻ അത്ര സുഖമൊന്നുമല്ല. നമുക്ക് ഒത്തിരി ജോലികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജയിലിൽ പോകുന്ന പറഞ്ഞാൽ അത്ര സുഖമൊന്നും കാര്യമില്ല. പിന്നെ ജയിലിൽ പോകാനും എനിക്ക് പേടിയില്ല. ഇക്കഴിഞ്ഞ ദിവസം വീണ വിജയനുമായി ബന്ധപ്പെട്ട കർണാടക ഹൈക്കോടതി വിധി വന്നപ്പോൾ നമ്മുടെ മലയാളി വാർത്തയിലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഷോൺ ജോർജിനെ വിളിച്ചപ്പോൾ പറമ്പി നിൽക്കുകയാണ്, തിരിച്ചു വന്നിട്ട് അതേക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇത്ര വലിയൊരു സംഭവം ഉണ്ടായപ്പോൾ പറമ്പിലിറങ്ങി എന്ത് ചെയ്യുമായിരുന്നു? അത്
അത് നിങ്ങൾ പറയുമ്പോൾ കാര്യം ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടമെന്ന് പറയും. പക്ഷേ അതല്ല, ഞാൻ അടിസ്ഥാനപരമായി ഞാൻ ഒരു തികഞ്ഞ കർഷകനാണ്. എനിക്ക് കൃഷി ഭയങ്കര ഭ്രാന്തമുള്ള മനുഷ്യനാണ്. എനിക്ക് 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി ഞാൻ പറമ്പിൽ പോകുന്ന ആളാണ്. ഇപ്പോൾ പറമ്പിൽ തടിവെട്ട് നടക്കുക. അപ്പോൾ തടിവെട്ട് നടക്കുന്നതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണ്ണവിടെ എത്തുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആകെപ്പാടെ ഒരു ഗ്യാപ്പ് കിട്ടിയ ദിവസം ഞാൻ ഓടിപ്പോകുന്ന ദിവസമാണ് ഈ വിധി വന്നത്. ആ സമയത്ത് ഞാൻ പറമ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് IT കമ്പനിയൊന്നും അപ്പനുണ്ടാക്കി തരാത്തത് കൊണ്ട് എൻ്റെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും നടക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൃഷി കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. അല്ല, വലിയ കോറിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേൾക്കാം. കോറി 2013 ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും എൻ്റെ ചേട്ടനും കൂടി ഞങ്ങൾ 5 പാർട്ട്നേഴ്സ് കൂടിയാണ് കോറി തുടങ്ങിയത്. 2011 CPM-മാരെല്ലാം കൂടെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനെ കൊണ്ടുവന്ന് ആ കോറി പൊട്ടിച്ചു. അങ്ങനെ 2013 പിന്നെ അദ്ദേഹം ഒരു സഹായം ഒന്നും ചെയ്തു. പിന്നെ ലാഭത്തിൽ വിറ്റില്ല. അല്ല ഇത് അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ച് അവിടെ വന്നതിന് ശേഷം ഇതെന്താണെന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ച് പറഞ്ഞ് ഇത് പരിസ്ഥിതിക്ക് ആഘാതമാണെങ്കിൽ ഇത് പൂട്ടേണ്ടതാണ് എന്ന് അച്യുതാനന്ദൻ അവിടെ പ്രസംഗിച്ചു. അദ്ദേഹം വന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാനൊരു വലിയ ഫ്ലക്സ് വലിച്ചു കിട്ടി അവിടെ. അദ്ദേഹം കാണാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദന് സ്വാഗതം. അങ്ങ് സത്യം കണ്ട് ബോധ്യപ്പെട്ട് തുറന്നു പറയണം, അങ്ങേക്ക് മാത്രമേ അത് സാധിക്കൂ. PV ഗ്രാനൈറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പാടുകൂറ്റനൊരു ഫ്ലെക്സ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ കോറയ്ക്ക് പാരിസ്ഥിതികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് കൊടുത്ത് പഠനം നടത്താൻ പറഞ്ഞു. ആ പഠനമാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ അത് പൂട്ടിപ്പോയത്. ആ പഠനം കൃത്യമായി അവർ നടത്തിയിട്ട് ഇതിന് പാരിസ്ഥിതികമായി യാതൊരു കുഴപ്പമില്ല. അതിന് ഒരു കുഞ്ഞു കോറിയായിരുന്നു. അപ്പോൾ അതിന് പാരിസ്ഥിതികമായി ഇതിന് യാതൊരു കുഴപ്പമില്ലെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് EC ക്ലിയറൻസ് കിട്ടി. ആ ക്ലിയറൻസ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഈ സാധനം തലേന്നൊഴിഞ്ഞ് 40 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഉള്ളവരും പറയാം. കോറി കച്ചവടത്തില്ല 40 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ബിനീഷ് കൊടിയേരി ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്? ബിനീഷ് കൊടിയേരിയുമായിട്ടുള്ള സൗഹൃദം ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ജീവിതത്തെ എങ്ങനെ? 2 തരത്തിൽ. ഒന്ന്, പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഒരുമിച്ചാണ് നീങ്ങുന്നത്. രാഷ്ട്രീയപരമായി ഇപ്പോൾ വിരുദ്ധ ചേരിയിലാണ്. അപ്പോൾ ബിനീഷ് കൊടിയേരി ഞാൻ പറയല്ല, ബിനീഷ് KCയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മുമ്പോട്ട് പോകുന്ന ആൾ. അപ്പോൾ അവൻ തികഞ്ഞ സഖാവാണ്. ജനിച്ചപ്പോൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ട് വളർന്ന ആളാണ്. അവൻ പാർട്ടി മെമ്പർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടേതായ കേസുകളുണ്ട്. ഇപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ 3ാമത്തെ ആളെന്ന് പറയുന്നത് നിനു മോഹൻദാസ്. നിനു ലോ അക്കാഡമിയിലെ യൂണിയൻ ചെയർമാനായിരുന്നു. SFIയുടെ ഭാരവാഹിയായിരുന്നു. അതിനുശേഷം കുറേ കാലം പുറത്തായിരുന്നു. അതിനുശേഷമാണ് തിരിച്ച് വീണ്ടും വന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് തുടങ്ങി. നിനു ഇപ്പോൾ DYFIയുടെ ഹൈക്കോടതി യൂണിറ്റ് സെക്രട്ടറിയാണ്. DYFI ഹൈക്കോടതി യൂണിറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ നമ്മുടെ കേസുകൾ കൃത്യമായി ഞാൻ ആഴ്ച 2 ദിവസം ഓഫീസിലുണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നാണ് ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള മീനച്ചിൽ ഈസ്റ്റ് ബാങ്കിൻ്റെ ചുമതലകളുണ്ട്. പിന്നെ എൻ്റെ കൃഷികാര്യങ്ങളുണ്ട്. അങ്ങനെ പാർട്ടി ചുമതലകളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഓടിച്ചെടുക്കണമെന്നുള്ള ഞാൻ 2 ദിവസം, ചൊവ്വാഴ്ച, ബുധനാഴ്ച അല്ലെങ്കിൽ ബുധൻ, വ്യാഴം, ഇതാണ് ഞാൻ ബുധനാഴ്ച സ്ഥിരമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ ക്ലയൻസും കാര്യങ്ങളുള്ളതെല്ലാം കൃത്യമായിട്ട് നിന്നുവിനെ പറഞ്ഞ് ഏൽപ്പിച്ച് ഫയൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് പോയാൽ ബാക്കി നിന്നു നോക്കിയോളും. അതോടൊപ്പം ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്ത ഓഫീസ് എൻ്റെ കൂടെ പഠിച്ച തന്നെ ആനന്ദാശങ്കർ സാറിന് പോകാനുണ്ട്. അവിടെ 10-12 ജൂനിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരിക്കലും രാഷ്ട്രീയം ഒരു ഘടകമായി ഒരിക്കലും വരാറില്ല. ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും, വഴക്കുണ്ടാക്കും. ഇതൊക്കെ ഞങ്ങളുടെ സൗഹൃദങ്ങൾക്കകത്താണ്. ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ ഞങ്ങൾ കൂട്ടയടിയിലേ കലാശിക്കാറുള്ളൂ. സ്ഥിരമായിട്ടത് അതെപ്പോഴും പറയും. ഇത്തരം പോരാട്ടങ്ങളുടെ പേരിൽ ബിനീഷ് എന്തെങ്കിലും കലഹത്തിന് വരാറുണ്ടോ? ഇല്ല. കാരണം അത് എൻ്റെ നിലപാടാണ്. ബിനീഷ് അങ്ങനെ കലഹത്തിന് വന്നാൽ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലാതാവും. കാരണം ഇത് എൻ്റെ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ എനിക്കതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയമായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ബിനീഷിന് ഏതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു PC ജോർജിനെ LDFിൽ നിന്നും ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ, ശരിയായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയപ്പോൾ ഞാൻ ബിനീഷിനെയോ എൻ്റെ അപ്പനെ പോലെ തന്നെ ഞാൻ കാണുന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനെ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞോ എൻ്റെ അപ്പനയോട് ചെയ്ത് മോശമായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അന്ന് ഞങ്ങളുടെ സൗഹൃദങ്ങൾക്ക് കുഴപ്പമില്ല. PC ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങയുടെ അമ്മ പിണറായി വിജയനെ ശപിക്കുന്ന ഒരു രംഗം, ആ ശാപം പിന്നീട് പിണറായി വിജയൻ്റെ കുടുംബത്തിൽ പതിക്കുന്ന കാഴ്ച, ആ പോരാട്ടത്തിലേക്ക് ഷോൺ ജോർജ് കടന്നു വരുന്ന ദൃശ്യങ്ങൾ എന്ത് തോന്നുന്നു? സിനിമ എടുക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഇതെല്ലാം ഒരു അതവിടെ ശരിക്കും
അമ്മ എന്ന് പറയുന്നത് ആളുകൾ നോക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ഒരു സ്നേഹ സമ്മാനമാണ് ഈ പോരാട്ടം. ഒന്നുമല്ല ഇത് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു തീരെ സാധു സ്ത്രീയാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ തനി നാട്ടിൻപുറത്തുകാരി, പ്രാർത്ഥിക്കാൻ മാത്രം അറിയാവുന്ന, പപ്പാടെ എൻ്റെ പിള്ളേരുടെയും എൻ്റെ ഭാര്യയും എൻ്റെ അനിയൻ, ഇതൊക്കെയാണ് അമ്മയുടെ ലോകം. പിന്നെ അമ്മയ്ക്കൊരു കട, ഒരു ബോട്ടിക്കുണ്ട്, തയ്യൽക്കടയുണ്ട്. ഇതെല്ലാം അമ്മ മാനേജ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് പറമ്പിലെ മുഴുവൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കും, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. ഇതെല്ലാം അമ്മയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെ അപ്പോൾ അമ്മയുടെ ലോകമെന്ന് പറയുന്നത് പപ്പായും ഞാനും ആണ്. അപ്പോൾ അവിടെ പി സി ജോർജ് തന്നെ ചിലപ്പോൾ അഭിമുഖങ്ങളിൽ പറയാറുണ്ട്, എന്നെ സഹിക്കുകയാണ് അവർ എന്ന്, എൻ്റെ പ്രത്യേക സ്വഭാവം. അല്ല പടച്ചല്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, വീടിനകത്ത് ഞങ്ങൾക്ക് സ്വന്തമായൊരു ലോകമുണ്ട്, ഞങ്ങളുടെ മാത്രമായൊരു ലോകമുണ്ട്. അവിടെ അപ്പനും അമ്മയും മക്കളുമാണ്. അവിടെ രാഷ്ട്രീയം കടന്നു വരാറില്ല. അവിടെ ആ അമ്മ ഏറ്റവും നല്ലൊരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നാ പറയുന്നത്, അമ്മയുടെ ഒരു സാധാരണ വീട്ടമ്മയുടെ വൈകാരികമായൊരു ഒരു വികാര പ്രകടനം അത് മാത്രമായിരുന്നത്. പിന്നെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊന്ത, അത് എൻ്റെയും വിശ്വാസമാണ്. അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊന്തയ്ക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കൊന്തയാണ് നമ്മളെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. എത്രയോ കാലങ്ങളായി. ഇപ്പോൾ അസ്തമിച്ചു പി സി ജോർജ്. 2016 സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അസ്തമിച്ചു എന്ന് വിചാരിച്ചു. അസ്തമിച്ചോ പി സി ജോർജ്? ഇല്ലല്ലോ. 2021 തോൽവി ഏറ്റുവാങ്ങി പി സി ജോർജ് അസ്തമിച്ചോ? ഇല്ലല്ലോ. അപ്പം അവിടെയൊക്കെ ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്നതിലൊരു വലിയ പങ്ക് ആ കൊന്തയ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അമ്മയുടെ ശബ്ദം ഏറ്റു. വിധിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വിധിക്കാൻ പാടില്ല നമ്മൾ. അത് അമ്മ ചെയ്തത് തെറ്റാണ്. അമ്മ വിധിക്കല്ല, ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ അത് എൻ്റെ വിശ്വാസത്തിൽ അമ്മ അത് പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അതാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചിന്താഗതിയുള്ള ആളാണ്. അന്നത്തെ ഒരു വികാരത്തിൽ അമ്മ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അപ്പനാണോ മകനാണോ അവിടെ സ്ഥാനാർത്ഥിയായി എത്താൻ സാധ്യത? വന്നാൽ സാധ്യത അപ്പനാണ്. വരുമെന്നുള്ളത് പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. വരാൻ സാധ്യത അപ്പനാണ്. അപ്പൻ്റെ സ്ഥാനം അവിടെ എത്രത്തോളം ഉയരത്തിലാണ്? അല്ലെങ്കിൽ പത്തനംതിട്ടക്കാർ എത്രമാത്രം പി സി ജോർജിനെ സ്വീകരിക്കും? എനിക്ക് പത്തനംതിട്ടയുടെ ഒരു മണ്ണിൽ പി സി ജോർജിനെ അറിയാത്തതായ ഒരു ചുടുകുഞ്ഞു പോലുമില്ല. എല്ലാവർക്കും പി സി ജോർജിനെ അറിയാം. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഏറെ സ്നേഹമുള്ള, പൊരുത്തപ്പെട്ടിട്ടുള്ള ഒരു കേരളം ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാരണം ജയിച്ചാൽ കേന്ദ്രമന്ത്രി. അതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ തീരുമാനങ്ങളല്ലേ. ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഇവൻ ഇന്നലെ പോലും പാർട്ടിയുടെ സർവേ നടന്നിട്ടുണ്ട്. ഈ ബി ജെ പിയിലേക്ക് ചെന്നിപ്പോൾ കയറിയപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഡീല്? എന്ത് സ്ഥാനമാണ് അവർ ഓഫർ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ഡീലും ഇല്ലെന്ന് പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കുന്നത്. സത്യം അതാണ്. 3 രൂപ മെമ്പർഷിപ്പ് എനിക്ക് വേണമെന്ന്. പപ്പ അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഡു ഹാവ് എനി ഡിമാൻഡ്സ്? പപ്പ പറഞ്ഞു, എനിക്ക് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് വേണം. വേറെ ഒരു ആവശ്യം ഈ നിമിഷം വരെ. പിന്നെ പത്തനംതിട്ട സീറ്റൊക്കെ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്ത്, പാർട്ടി ചർച്ച ചെയ്ത്, പാർട്ടിയുടെ സർവേയിൽ ചർച്ച ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഒരു ഡിമാൻഡും പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 140ഓളം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് അവിടെ ഇന്ന് പ്രഖ്യാപനത്തിൽ വന്ന് അവിടെ BJP അംഗത്വം എടുത്ത്. അവരെല്ലാം 14 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നതാണ്. അവർക്കൊക്കെ പാർട്ടിയിൽ അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കണം. അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ചുമതലയാണല്ലോ. അവരൊക്കെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടല്ലോ. അതൊക്കെ അതിനകത്ത് കൃത്യമായ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിനുള്ള ഡയറക്ഷൻസും പ്രകാശ് ജാവ്ദേക്കർ ജിയാണ് ചുമതല. പുള്ളി അദ്ദേഹം കൃത്യമായി. പി സി ജോർജിനെ BJPയിലേക്ക് ക്ഷണിക്കുമ്പോൾ, BJPയിലേക്ക് ചേർക്കുമ്പോൾ BJPക്ക് ഒരു സ്വാർത്ഥതയുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്ന്. ക്രിസ്ത്യൻ വിഭാഗം ഒപ്പം നിൽക്കുമോ? ബിഷപ്പുമാരൊക്കെ ഈ സംഭവത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അടുത്ത് ഒരു തീരുമാനത്തിന് ഇന്ന് വരെയും ഞാൻ പ്രദാനം ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഒരു എതിർപ്പും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പിന്നെ പി സി ജോർജിനെ BJPയിൽ എടുക്കുമ്പോൾ കൂടെ ക്രിസ്ത്യാനിയല്ല വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതങ്ങനെ വോട്ട് ചെയ്യൊന്നുമില്ല. ക്രിസ്ത്യാനി ചേട്ടൻ നന്നായിട്ട് അറിയാമല്ലോ. ചേട്ടൻ നമ്മുടെ നാട്ടുകാരനല്ലേ. അതിലൂടെ മധ്യ കേരളത്തിലെ കർഷക സമൂഹത്തിന് എന്തു ചെയ്യാൻ കഴിയും? ഈ കഴിഞ്ഞ ഒരു മാസം 25 ദിവസം 27 ദിവസം എന്ന് പറയാം. ഈ 27 ദിവസം കൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാരൻ കേരള കോൺഗ്രസ്സുകാരന് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബറിൻ്റെ വിഷയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ഞാൻ തരാം, കോപ്പി.
അതിന് സമയമായില്ല. കാരണം ഇപ്പോൾ അത് പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത് കുറേ ചർച്ചകളിലൂടെ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്, അടുത്ത 6 മാസത്തിനുള്ളിൽ റബ്ബറിന് അർഹമായ വിലയിൽ എത്തിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസം എൻ്റെ നേതൃത്വത്തിലുണ്ട്. PC ജോർജ്, എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. PC ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ തണലിലാണ് ഷോൺ ജോർജ് ഇപ്പോൾ വളർന്നു വരുന്നത്. ആണല്ലോ, തീർച്ചയായിട്ടും. ഞാൻ എന്നും അദ്ദേഹത്തെ കണ്ട് മാത്രം ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ്. എല്ലാ ദിവസവും കാണുന്ന മനുഷ്യനെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് എൻ്റെ തണലായിട്ടിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മക്കൾ രാഷ്ട്രീയത്തെയൊക്കെ കുറ്റം പറയുമ്പോൾ എനിക്ക് എന്നേക്കാൾ കഴിവുള്ള ഒരാൾ ഇപ്പോൾ നാളുകളിൽ ഏതെങ്കിലും ഒരു പദവിയിൽ, ഞാനത് കൃത്യമായിട്ട് ഞാൻ വളരെ സത്യസന്ധമായി പറയാണ്, ഞാൻ നാളുകളിൽ എവിടെയെങ്കിലും ഞാനൊരു ജനപ്രതിയായിട്ട് വന്നാൽ, ഞാനിപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ടിയോട് ആവശ്യപ്പെട്ട പദവിയല്ല. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മക്കളുടെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ചോദിക്കുന്നത് മക്കളെ MLA ആക്കാനല്ലേ. ജില്ലാ പഞ്ചായത്തിലും വിളിപ്പിക്കാൻ വിടാറില്ലല്ലോ. ജില്ലാ പഞ്ചായത്ത് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ 87 വാർഡുകളിൽ 35 വാർഡുകളിൽ ഞാൻ സ്വതന്ത്രനാണ്. LDF, UDF, BJP അല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് ജനപക്ഷം എന്ന് തന്നെ മത്സരിച്ചാണ്. 35 വാർഡുകളിൽ എനിക്ക് സ്ഥാനാർത്ഥിയില്ല. 87 വാർഡ് 35 വാർഡിൽ എനിക്ക് സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ പാർട്ടി എന്നെ എനിക്ക് തന്ന അസൈൻമെൻറ്റ് ഭയങ്കര റിസ്ക്കായിരുന്നു. അത് ഞാൻ കവർ ചെയ്ത് പോകണം എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞത്. കാരണം പാർട്ടിയുടെ ഒരു ക്രൈസിസ് സമയത്ത് എൻ്റെ ജയം ആവശ്യമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ നാളുകളിൽ ഈ പാർട്ടിയുടെ ഭാഗമാണ്. എന്നോട് നാളെ എവിടെയെങ്കിലൊക്കെ മത്സരിക്കാൻ പറയാം. ചിലപ്പോൾ എന്നോട് സംഘടനാ കാര്യങ്ങൾ നോക്കാനായിരിക്കും പറയുന്നത്. പാർട്ടി എന്നോട് മത്സരിക്കാൻ പറയുന്ന സമയത്ത് PC ജോർജിൻ്റെ മകൻ എന്ന നിലയിലുള്ള എനിക്കൊരു ഔദാര്യം വേണ്ട. ഞാനാണ് പാർട്ടിക്ക് നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നിയാൽ മാത്രം, എന്നേക്കാൾ കഴിവുള്ള ഒരാൾ, എന്നേക്കാൾ പാർട്ടിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന മറ്റൊരാൾ വന്നെങ്കിൽ അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇഷ്ടം. ഈ വീണ ജോർജ് കേസ്, പിണറായി വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം, ഇതൊക്കെ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസിൽ ചെന്ന് അവസാനിക്കും? ഒരിടത്തെത്തില്ല. അല്ലെ, ഇലക്ഷന് 2 സീറ്റിൽ സഹായിച്ചാൽ BJP. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് കേരളത്തിൽ 2 സീറ്റ് കിട്ടിയില്ലെങ്കിലും BJP വല്ല കുഴപ്പമുണ്ടോ? അല്ല, കഴിഞ്ഞ 7.5 വർഷമായി തുടരുന്ന ചില അന്വേഷണങ്ങളുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ട്. കഴിഞ്ഞ 4.25 വർഷമായി തുടരുന്ന ഡോളർ കള്ളക്കടത്ത്. ഞാൻ ഈ കേസിനെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് പറയാണ്, ഇത്രയും പ്ലാൻഡായിട്ട് ഒരു റോബറി എന്ന് പറയാന്നുള്ളത്, ഇത്രയും പ്ലാൻഡായിട്ട് അഴിമതി ചെയ്യുന്ന ഒരാളെ ലോകത്തെവിടെയും കാണാൻ പറ്റില്ല. അത്രയും പ്ലാൻ. ഇതുണ്ടല്ലോ, ഒരു മൈന്യൂട്ട് പോയിന്റിൽ, എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വളരെ മൈന്യൂട്ട് പോയിന്റിലാണ് നമ്മുടെ കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസിന് രക്ഷപ്പെട്ടു പോയായിരുന്നു. ഇവർ നടത്തിയിട്ടുള്ള കൊള്ളകൾക്കൊന്നും ഈ പറയുന്ന പോലെ ഓരോ എവിഡൻസുകളില്ല. ഞാൻ പറയില്ല, ഇപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യം പറയാം. സ്വർണ്ണക്കടത്ത് കേസിലെ ED എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനിമേൽ അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു. ആ അന്വേഷണത്തിൻ്റെ പരാതിക്കാരൻ PC ജോർജാണ്. ഞാനാണ് അവിടെ പരാതി കൊടുക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ പരാതിക്കാരൻ PC ജോർജാണ്. ആ പരാതിയിൽ മേൽ ഞാൻ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പരാതി ബോധ്യപ്പെടുത്തി എന്നെ വിളിച്ചു വരുത്തിയവർ പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് CMലേക്ക് എത്തുന്നില്ല സാധനം. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി ഒരു അടിസ്ഥാനപരമായി, ഞാൻ നിങ്ങളും പറഞ്ഞ പോലെ പ്രഗത്ഭനായ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് നിൽക്കുന്നത്. ആ മുഖ്യമന്ത്രിക്ക് അടിസ്ഥാനപരമായ ആരോപണം വന്നിട്ട് പോകാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയാണ് ആക്രമിക്കുന്നത്. കുടുംബത്തെ അല്ലല്ലോ, മുഖ്യമന്ത്രി തന്നെയല്ലേ. എന്തിനാ കുടുംബം? അല്ല, വീണ വിജയനെതിരെ അത് അവർ ഈ മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ട് അവർ വിട്ടുപോയതാണ്. അല്ലാതെ ആ സ്ത്രീ എന്തെങ്കിലും കുറ്റം കാണിച്ചോ അതൊക്കെ അന്വേഷണ സംഘം തെളിയിക്കേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളായി പോയതാണ് അവർക്ക് പറ്റിയത്. അല്ലാതെ എനിക്ക് അവരോട് യാതൊരു. വിജയൻ കുടുങ്ങുമോ? 100% മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇലക്ഷന് മുമ്പോ അതിനുശേഷമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴുള്ള തെളിവുകൾ മാത്രം എടുത്താൽ പോലും ഇനി അന്വേഷണത്തിന് നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഓഫീസർമാരാണ്. അവർ അന്വേഷിച്ച് എന്തൊക്കെ കണ്ടെത്തും. ഞാൻ കൊടുത്തതിൻ്റെ 4 ഇരട്ടി കാര്യങ്ങൾ കണ്ടെത്തേണ്ട വിവിധ ഘട്ടങ്ങളുണ്ട്. മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ തന്നെയാണെങ്കിലും പിന്നെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ കഴിഞ്ഞ 2 ദിവസത്തെ കോടതിയിലെ കമൻസ് മാത്രം പോരെ ഇതിനകത്ത് പ്രതിയാണെന്നുള്ള വ്യക്തമല്ലേ? പിന്നെ എന്തിനാണ് ഹൈക്കോടതിയുടെ ഓർഡർ വന്നിരിക്കുന്നത്? ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളിയിട്ട് അന്വേഷണത്തിന് ഭയപ്പെടണം. KSIDC ഇതിനകത്ത് കൃത്യമായ തെറ്റ് കാണിച്ചിട്ടുണ്ട്. 1,72,00,000 രൂപ മുഖ്യമന്ത്രിക്ക് തന്നെ കൈക്കൂലിയായിട്ട് കൊടുക്കുന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഓർഡർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പണ്ട് ഈ പാമ്പോലിൻ കേസിനൊക്കെ രാജിവെച്ച അല്ലെങ്കിൽ കരുണാകരനൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തൊരു വലിയ മണ്ടത്തരമായി പോയിരുന്നു. ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കരങ്ങൾ പരിശുദ്ധമാണെന്ന് വോട്ട് ചെയ്ത ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണ്ടേ? അതില്ല. ഇനി എന്തെങ്കിലും ആയുധങ്ങൾ ഷോൺ ജോർജിൻ്റെ ബാക്കിയുണ്ടോ? എല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞോ? ഒയ്യോ, ഇല്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇനിയുണ്ട്. ഇനിയാണെന്ന് വെച്ചാൽ
ഇനി അടുത്ത ഫേസിലേക്ക് പോകാനുണ്ട്. ഇനി എനിക്കുള്ള ഒരു വലിയ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായ കരിമണൽ, അത് നിലവിൽ നടക്കുന്ന മുഴുവൻ കൊള്ളകളും അവസാനിപ്പിക്കണം. ആ കൊള്ളകൾ അവസാനിപ്പിക്കണം. അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ, ഈ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് 10 പേർക്ക് ജോലി കിട്ടുന്നതിന് ഞാൻ പറഞ്ഞ 12 ഐറ്റം മിനറൽസ് ഉണ്ട് അതിനകത്ത്. അത് ഇവർ പറയുന്ന ഇനിയിപ്പോൾ അതിനേക്കാൾ വിലയുള്ളതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കും. അല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ചേട്ടാ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 12 മിനറൽസിൽ നമ്മുടെ പൊതുമേഖലയിൽ സംസ്കരിക്കുന്നത് 3 ബാക്കിയുള്ളത് 9 തിരിച്ചു കളയാണ്. ദൈവം തന്ന ഒരു സാധനം തിരിച്ചു കളയുകയാണ് കടലിലേക്ക്. അപ്പം ഈ വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മീറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ പ്രോസസ്സിംഗ് അല്ലേ. ഉള്ള സാധനം ഉപയോഗിക്കാൻ പഠിക്കണം. ഉള്ള സാധനം ഉപയോഗിച്ചിട്ടല്ലേ വെല്ലോൻ്റെ സാധനത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമുള്ളൂ. അതെ, ഒരു കാഴ്ചപ്പാടില്ലാത്ത സർക്കാർ. അപ്പോൾ ഈ ആർജവത്തിനൊക്കെ പിന്നിൽ ആ മീനച്ചിൽ സംസ്കാരവും പഴയ നമ്മുടെ ഈരാറ്റുപേട്ട അരുവിത്തറ പ്രദേശത്ത് നിന്ന് കൈവന്ന ആ ഒരു നട്ടെല്ലിൻ്റെ ബലവുമൊക്കെ തന്നെയാണോ? അങ്ങനെയൊക്കെ അങ്ങനെ ചേട്ടൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസിന് പ്രതീക്ഷിക്കേണ്ട. എന്തിന് ഞാൻ കോംപ്രമൈസ് ചെയ്യണം? എന്തിനാണ് ഞാൻ ആർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണം? എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ആരെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ എനിക്കുണ്ട്. എനിക്ക് രാഷ്ട്രീയപരമായി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ ഒരു ജനപ്രതിനിധി എന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ മീനച്ചിൽ ടെർമോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാനൊരു നല്ല കർഷകനാണ്. ഞാൻ എൻ്റെ കുടുംബമായിട്ട് മാന്യമായിട്ട് പോകുന്നു. എനിക്ക് എന്തിനാണ് കോംപ്രമൈസ്? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 400 സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിട്ട് നരേന്ദ്രമോദി ഇലക്ഷനിലേക്ക് പോവാണ്. പിന്നെ ഈ 2 സീറ്റിന് വേണ്ടി പിണറായി വിജയനെ പോലെ ഒരു കള്ളനെ രക്ഷിക്കേണ്ട കാര്യം അവിടെ ആർക്കെങ്കിലും ഉണ്ടോ? 400 സീറ്റിൽ അധികാരത്തിലെത്തുമെന്ന് അവർക്ക് ഉറപ്പാണ്. 400 സീറ്റ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി അല്ല, ആദ്യം കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയാണ്. അദ്ദേഹമാണ് പാർലമെൻറ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടുമെന്ന്. ഒരു മോദി ഫാക്ടർ ഉണ്ടോ ശരിക്കും? 100% ഇല്ലേ? ഞങ്ങളുടെ നല്ല കാൻഡിഡേറ്റ്സിനെ ഇട്ട് കൊടുക്കാൻ കൃത്യമായി പറ്റിയാൽ വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ സംഭവിക്കും. BJPയിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ ഇവിടെ? എന്തിനാണ് BJP മാറ്റുന്നത്? അല്ല, BJPയുടെ ഒരു സംഘടനാ തലത്തിൽ അവരുടെ സംഘടനാ തലത്തിൽ ഈ പുറത്തുനിന്ന് വിമർശിക്കുമ്പോൾ ആളുകൾക്ക് തോന്നും. സംഘടനാ തലത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, സംഘടനാ ശേഷിയിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. K. സുരേന്ദ്രനെ ഒത്തിരി വിമർശിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് പറയാം, ഇപ്പം നരേന്ദ്രമോദി തൃശ്ശൂർ പങ്കെടുത്ത പരിപാടി 16-ാം തീയതി പരിപാടി, 12-ാം തീയതിയാണ് ആ പരിപാടിക്ക് വേണ്ടി മീറ്റിംഗ് തുടങ്ങുന്നത്. 4 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച പരിപാടി. അവിടുത്തെ ആളെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് മോദി വികാരം മാത്രമല്ല, BJPയുടെ സംഘടനാ ശേഷിയെ, BJPയുടെ സംഘടനാ പ്രവർത്തനത്തെ ഇത്ര കണ്ട് ടച്ച് ചെയ്യുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് വേറെ ഇല്ല. അത് പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഗംഭീരമായിട്ട് അദ്ദേഹം കൊണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. എനിക്ക് ബോധ്യമുള്ള കാര്യം, ഞാൻ പുറത്തു നിന്ന് കണ്ട ഒരാളല്ലേ. ഇന്നലെ വരെ പുറത്തു നിന്ന് കണ്ട് ഇന്ന് അകത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അതിനൊന്നും മോശമല്ല. പിന്നെ ഈ വിജയമന്ത്രങ്ങൾ ഇനി വരാനിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ കൃത്യമായി കൈകാര്യം. 18 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റൊക്കെ കിട്ടുമോ? നമ്മളൊന്നും ചോദിച്ചിട്ടില്ല. അല്ല, അത് തരാനുള്ള സാധ്യതകളുണ്ടോ? ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം അതാണ്. നമ്മളൊരു സേഫ് പ്ലാറ്റ്ഫോമിലാണ്. ഞാനൊരു ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. 25 വർഷം കഴിഞ്ഞ് ഈ രാജ്യത്തുണ്ടാകും, എനിക്ക് 40 വയസ്സായി, എനിക്ക് 65 വയസ്സ് വരെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും കുറഞ്ഞത് പോട്ടെ 70-30 വർഷം, അതുപോട്ടെ 25 പൊട്ടിക്കും. 25 വർഷം ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് ചേട്ടൻ ഉറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാം. 25 വർഷം കേരളത്തിലുണ്ടാകും, കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. പക്ഷേ പതിറ്റാണ്ടുകളായി കോൺഗ്രസ്, പതിറ്റാണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ. പതിറ്റാണ്ടിൻ്റെ അവസ്ഥ കണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. ഈ കനലിൻ്റെ ഈ കണൽ ഒഴികെ വേറെ ഇന്ത്യയിലെവിടെയില്ല, ലോകത്തെവിടെയില്ല. ഇത് വന്ന് ഇവിടെ ചുരുങ്ങി നിൽക്കുന്നു. ഇവിടുത്തെ കാര്യം ഏറെക്കുറെ പിണറായി വിജയൻ കൈകാര്യം ചെയ്തോളും. അപ്പോൾ ഈ ഇനിയുള്ള ഷോൺ ജോർജിൻ്റെ ജീവിതം നീണ്ടു കിടക്കും എന്ന് വിശ്വസിക്കുന്ന 30 വർഷം, 3 പതിറ്റാണ്ട്, അതിനുള്ളിൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമ്പോൾ 2 കൊല്ലത്തിനകം വരും. കേരളത്തിൽ 2 കൊല്ലത്തിനകം വരും. 0 to 80 ബംഗാൾ കൊണ്ടുപോയതാണ്. പിന്നെയാണോ കേരളം? അത്ര വലിയ ആത്മവിശ്വാസം. നിങ്ങൾ ഈ ഇലക്ഷൻ ഒരു ചെറിയ ഡിലേ വന്നു, നിങ്ങൾ ഇലക്ഷൻ ശേഷം കണ്ടു എന്ത് സംഭവിക്കുന്നു? ഒഴുക്കുണ്ടാവും BJPയിലേക്ക്. UDFൽ നിന്നോ LDFൽ നിന്നോ? കൂടുതൽ UDFൽ നിന്നായിരിക്കും. അപ്പോൾ LDF നിലനിൽക്കട്ടെ എന്നാണോ BJP ആഗ്രഹിക്കുന്നത്? LDF ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. കോൺഗ്രസ്സുകാരെ അത്ര ബുദ്ധിമുട്ടില്ല. ഇവർക്ക് നേരം എടുത്തെന്ന് മനസ്സിലാക്കാൻ കുറച്ച് താമസമാണ്.
ഇത് കമ്മ്യൂണിസ്റ്റ് കുറച്ച് എന്നാലും ബോധ്യപ്പെട്ട് വരുന്നുണ്ട്, ഇല്ലെന്നല്ല. കാരണം നല്ല തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ആളുകൾ എന്നെ കണ്ട്. ഇവിടെയാണ് കേരളം എപ്പോഴും BJP യെ സംശയിക്കുന്നത്. കൂടുതൽ കണ്ണും പ്രതീക്ഷയും UDF-ലേക്ക്, കോൺഗ്രസിലേക്കാണ് BJP നട്ടിരിക്കുന്നത്. കോൺഗ്രസിലേക്കല്ല, കേരള കോൺഗ്രസിലേക്കുണ്ട്. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തില്ലേ ഉണ്ട്. അടിപടല കുറച്ചുകൊണ്ട് പോകും നമ്മൾ, ഒരു സംശയം വേണ്ട. ഏതായാലും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. നന്ദി, നമസ്കാരം.